പ്രൈസ് ലോർഡ്. ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു ബൈബിൾ വായിക്കാൻ നോക്കാം. 2 ശമൂവേൽ 5:10. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. പ്രബലനല്ലെങ്കിൽ ദിവസം തോറും മഹാനായി തീർന്നു എന്നും അർത്ഥമുണ്ട്. അപ്പം എങ്ങനെയാണ് ദാവീദ് ഒരു പ്രബലനായിട്ട് അല്ലെങ്കിൽ ഒരു ബലവാനായിട്ട് ഒരു മഹാനായിട്ട് മാറിയതെന്ന് നോക്കാം. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ദാവീദിനെ പോലെ ആകാൻ പറ്റുന്നതെന്ന് നോക്കാം. ദാവീദ് ഇവിടെ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ഒരു ബലവാനായി മാറിയത്, അല്ലെങ്കിൽ ഒരു മഹാനായി മാറിയത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദ് തൻ്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ വാളിൻ്റെ ബലത്താലോ അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ബലത്താലോ അല്ല ഒരു മഹാനായി തീർന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് ദാവീദ് ഇവിടെ അധികം ഒരു ബലവാനായി അല്ലെങ്കിൽ ഒരു മഹാനായി മാറിയത്. ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ജയം വേണം. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ജയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ദൈവമായിട്ടുള്ള സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പം ദൈവം നമ്മളെ വഴി നടത്തും. അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല, എനിക്കൊന്നും കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും കഴിവില്ലെന്നോ അല്ലെങ്കിൽ അറിയത്തില്ലെന്നോ ഇന്ന് ഉള്ള 2 വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റുമ്പം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നിന്ന് എല്ലാം നമ്മളത് മാറ്റിക്കളയുമ്പം ദൈവം അവിടെ നമ്മൾക്കൊരു വിജയം തരും. കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്ന് പറയുന്ന 2 സാഹചര്യങ്ങളും വരുമ്പോൾ ദൈവത്തോട് പറയണം, ദൈവമേ എനിക്കൊന്നിനും കഴിവില്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു ട്രെയിനിങ് തന്നോ അല്ലെങ്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ് തന്ന് അല്ലെങ്കിൽ ആ കഴിവ് എന്നിൽ ഉണ്ടാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇല്ല, അറിയത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, ദൈവമേ ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, അപ്പോൾ ഇത് എന്നെ ഒന്ന് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ദൈവത്തിൻ്റെ കൃപ എനിക്ക് തന്ന് ഇതൊന്നും മനസ്സിലാക്കി തരണേന്ന് നമുക്ക് ദൈവത്തോട് പറയാം. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഇന്നർ ഹീലിംഗ് അല്ലെങ്കിൽ ഒരു ഇന്നർ വിൻ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ നേടിയെടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ എന്നെയും കൊണ്ട് അത് കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. എന്ത് കാര്യങ്ങൾ അറിയില്ലെന്നോ അല്ലെങ്കിൽ കഴിവില്ലെന്നോ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ളൊരു ബലം നമുക്ക് വേണം. ദാവീദിനെ പോലെ ദൈവം തന്നോട് കൂടെ ഉണ്ടായിട്ടാണ് എല്ലാ ഇതിൽ നിന്നും ദാവീദ് ജയം പ്രാപിച്ചത്. അതാണ് ആദ്യത്തെ നമ്മൾ ചിന്തിച്ച കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എവിടെയൊക്കെയാണ് നമ്മൾ തോറ്റു പോകുന്നത്. ചിലപ്പം 1000 പ്രാവശ്യം നമ്മൾ പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും അല്ലെങ്കിൽ പല സിറ്റുവേഷനിലും നമ്മൾ തോറ്റു പോകുന്ന കാര്യങ്ങൾ, പലയിടത്തും തോറ്റു പോകുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തോറ്റു പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് ആദ്യം ഒരു ജയം പ്രാപിക്കണം. അന്നേരം നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന വിഷയങ്ങളിൽ ഞാൻ തോറ്റു പോകുന്നുണ്ട്, പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തോറ്റ വിഷയത്തിൽ ഒരു പുതിയ പ്ലാന് ദൈവം നമുക്ക് തരും. ആ വിഷയത്തിൽ പിന്നെയും ജയിക്കുവാനുള്ള ബലം നമുക്ക് ദൈവം തരും. അങ്ങനെ വേണം നമ്മൾ ജീവിതത്തിൽ അടുത്തൊരു ജയം കണ്ടുപിടിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് തോറ്റു പോകുന്ന വിഷയങ്ങളിൽ നമ്മളൊരു ജയം കണ്ടുപിടിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ജയം പ്രാപിക്കണം. ഈ അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയായിരിക്കാം ഇന്ന വിഷയങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, പാപ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പല സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിൽ പറയും, നീ ചെയ്യുന്ന കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വരും, ഇനി ഒന്നും മിണ്ടണ്ട, അല്ലെങ്കിൽ ഇവിടെ നിന്നൊന്നും ഒരു ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്നൊന്നും മാറിയിരിക്കാൻ കുറച്ച് നേരം. ഇതെല്ലാം നമുക്ക് തോന്നും മനസ്സിൽ, പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മൾ അതൊന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പോൾ മനസ്സിലായി, അറിയുന്ന കാര്യങ്ങളിൽ നമ്മൾ വിജയിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. അതൊരു മെയിൻ പോയിൻ്റാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയും, ഈ സിറ്റുവേഷനിൽ നിന്ന് മാറണം,
അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഇരിക്കാൻ പാടില്ല, ഈ സിറ്റുവേഷനിൽ സംസാരിക്കാൻ പാടില്ല, മിണ്ടാത്ത കാര്യങ്ങളിലും നമ്മളോട് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ ആ സാഹചര്യം നമ്മൾ അറിയാം, നമ്മുടെ ഉള്ളിൽ അറിയാം നമ്മളോട് ആരോ പറയുന്നുണ്ട് ഇതൊന്നും വേണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട എന്ന് പറയുമ്പം നമ്മൾ അത് മനസ്സിലാക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളിലൊരു ജയം പ്രാപിക്കണം. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദാവീദിനെ പോലെ പ്രബലനായി മാറണമെങ്കിൽ, മേൽക്കുമേൽ പ്രബലനായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3 വിഷയങ്ങളിൽ ഉള്ള മാറ്റം. അത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ ഹീലിംഗ്, അല്ലെങ്കിൽ ഒരു ഉള്ളിലുള്ള ഒരു വിജയം നേടണം. കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഇന്നർ ഹീലിംഗ് വേണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആവുന്ന സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണം. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വിജയം നമുക്ക് നേടണം. ഈ 3 വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദാവീദിനെ പോലെ മേൽക്കുമേൽ ബലവാനായിട്ടും അല്ലെങ്കിൽ ഒരു മഹാനായിട്ടും ഒരു പ്രബലനായിട്ടും മാറണമെങ്കിൽ ഈ 3 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ദൈവത്തോട് പറയണം, ദൈവമേ ഇത് ചെയ്യുവാൻ എനിക്കറിയത്തില്ല, ഇതെന്നെ ഒന്ന് പഠിപ്പിച്ചെടുക്കണേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. അല്ലെങ്കിൽ ഇതിനൊന്നും കഴിവില്ല എന്ന് പറയുമ്പോൾ ദൈവമേ എനിക്കൊരു കഴിവ് തരണം, എനിക്കിതെല്ലാം ചെയ്യുവാനുള്ള ഒരു ബലം എന്നിൽ തരണം എന്ന് പറയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ വാക്യം നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.